ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു. ബജറ്റ് അവതരണം പൂർത്തിയായിരിക്കുന്നു. എന്തായാലും ജാതിമത ഭേദമന്യേ പുരോഗതി ഉറപ്പാക്കുമെന്നാണ് അവർ പറയുന്നത്. പൊതുവായി സർക്കാരിന്റെ പ്രവർത്തന നേട്ടങ്ങളൊക്കെ അവർ എടുത്തു പറയുന്നു. സർക്കാരിന് പണപ്പെരുപ്പം പിടിച്ചു നിർത്താനായി പണപ്പെരുപ്പം 4% എന്ന ലക്ഷ്യത്തിലേക്ക് എത്തി. ബജറ്റിൽ വികസന ലക്ഷ്യം യുവാക്കൾക്കും സ്ത്രീകൾക്കും ഊന്നൽ നൽകുന്നു. അതുപോലെ ചെറുകിട സൂക്ഷ്മ വികസനത്തിന് ഊന്നൽ. ബജറ്റിൽ 9 മേഖലയിൽ മുൻഗണന നൽകിയാണ് ഈ ഒരു ബജറ്റ് അവതരണം പൂർത്തിയാക്കിയിരിക്കുന്നത്. നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം. KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, എന്താണ് ഈ ബജറ്റിന്റെ പൊതു സ്വഭാവം? എന്താണ് വിജയ്, മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുകയാണ്. 9 മുൻഗണനാ മേഖലകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു ഈ ബജറ്റ് എന്നാണ് ധനമന്ത്രി ആദ്യം പ്രഖ്യാപിച്ചത്. എന്തായാലും ഉൽപാദനക്ഷമത, തൊഴിൽ, സാമൂഹ്യനീതി, നഗരവികസനം, ഊർജ്ജക്ഷമത, അടിസ്ഥാന സൗകര്യങ്ങൾ, പരിഷ്കാരങ്ങൾ ഉൾപ്പെടെയുള്ള 9 മുൻഗണനാ മേഖലകളാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വികസനമാണ് ബജറ്റിലൂടെ ഉദ്ദേശിക്കുന്നതെന്നാണ് ധനമന്ത്രി ബജറ്റിന്റെ തുടക്കത്തിൽ വ്യക്തമാക്കിയത്. ബജറ്റിൽ തൊഴിൽ, മധ്യവർഗം, ചെറുകിട, ഇടത്തരം മേഖലകൾക്ക് പ്രാധാന്യം നൽകുന്നുവെന്നും ധനമന്ത്രി പറയുന്നു. എന്തായാലും കാർഷിക മേഖലയിലടക്കം സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത് ബീഹാറിനും അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിനും നിർണായകമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായി എന്ന് തന്നെയാണ്. നമ്മൾ നേരത്തെ തന്നെ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നു. BJPക്ക് അല്ലെങ്കിൽ സർക്കാരിന് ഒരു സ്വന്തമായൊരു തീരുമാനം ഈ ബജറ്റിൽ എടുക്കാൻ കഴിയില്ല. കഴിഞ്ഞ തവണത്തേൽ പോലും കഴിയില്ല. കാരണം കൂടുതൽ കക്ഷികളെല്ലാം തന്നെ കേന്ദ്ര മന്ത്രിസഭയിലുള്ളതാണ്. അവരെയും കൂടെ പരിഗണിച്ചുകൊണ്ട് മാത്രമാകും ഈ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ എന്ന ഒരു സൂചനകളെല്ലാം തന്നെ ഒരു അവലോകനത്തിൽ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ എന്തായാലും ബീഹാർ അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശ് ഈ രണ്ട് സർക്കാരുകൾ സംരക്ഷിക്കേണ്ട ഒരു കാര്യം പ്രധാനമായുമുണ്ട്. അവരുടെ കക്ഷികളെല്ലാം തന്നെ ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. നിതീഷ് കുമാർ അതോടൊപ്പം തന്നെ ചന്ദ്രബാബു നായിഡു അടക്കമുള്ള ആളുകളെല്ലാം തന്നെ ആ കക്ഷികളെ എല്ലാം തന്നെ ഒപ്പം കൊണ്ടുപോകേണ്ട ഒരു കാര്യം കൂടി സർക്കാരുണ്ട്. അതെല്ലാം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ ഉണ്ടായെന്ന് തന്നെയാണ് ബജറ്റിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. എന്തായാലും കാർഷിക മേഖലയിൽ 3 വർഷത്തിനകം 400 ജില്ലകളിൽ ഡിജിറ്റൽ വിള സർവേ നടത്തുമെന്നാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത 2 വർഷത്തിൽ 1 കോടി കർഷകരെ ജൈവ കൃഷിയിലേക്ക് ആകർഷിക്കും. കിസാൻ ക്രെഡിറ്റ് കാർഡ് നമുക്കറിയാം, ഈ കർഷകർക്ക് പ്രധാനമന്ത്രിയുടെ ധനസഹായം അടക്കം ലഭ്യമാകുന്ന ക്രെഡിറ്റ് കാർഡ്, അതോടൊപ്പം തന്നെ വായ്പ അടക്കം ലഭ്യമാകുന്നതിന് വേണ്ടി ഹാജരാക്കുന്ന ക്രെഡിറ്റ് കാർഡ് അടക്കമുള്ള ആ പദ്ധതി അത് 5 സംസ്ഥാനങ്ങൾ കൂടി അവതരിപ്പിക്കുമെന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ കർഷക സംഘടനകളെയും സ്റ്റാർട്ടപ്പുകളെയും പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതിയും ഈ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തൊഴിൽ വിദ്യാഭ്യാസം നോക്കുകയാണെങ്കിൽ 4 കോടി യുവാക്കൾ ലക്ഷ്യമിട്ട് നൈപുണ്യ വികസനമെന്നാണ്, നൈപുണ്യ നയമെന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. തൊഴിലില്ലായ്മ പരിഹരിക്കാനായി പ്രത്യേക പദ്ധതികൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരിക്കുന്നു. കൂടാതെ 2 ലക്ഷം കോടി രൂപ ഇതിനായി നീക്കിവെച്ചിരിക്കുന്നു എന്നാണ് വ്യക്തമാക്കിയത്. കൂടാതെ തൊഴിലുമായി ബന്ധപ്പെട്ട 3 പദ്ധതികൾ സർക്കാർ ആരംഭിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞിരിക്കുന്നു. കൂടാതെ 1 കോടി യുവാക്കൾക്ക് 500 വൻകിട കമ്പനികളിൽ ഇന്റേൺഷിപ്പ് നൽകും. അതോടൊപ്പം തന്നെ 5000 രൂപ പ്രതിമാസം ഇന്റേൺഷിപ്പ് അലവൻസുമായി നൽകുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. കൂടാതെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു 10 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന ഒരു പദ്ധതി ധനമന്ത്രി അവതരിപ്പിച്ചു. കൂടാതെ രാജ്യത്തെ സ്ഥാപനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് 10 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് സർക്കാർ സാമ്പത്തിക സഹായം നൽകുമെന്നും ബജറ്റിൽ പറയുന്നു. ഇതാണ് വിദ്യാഭ്യാസ മേഖലകളിലുള്ള ഏറ്റവും ഊന്നൽ നൽകിയുള്ള പ്രഖ്യാപനങ്ങൾ. കൂടാതെ വിദ്യാഭ്യാസ നൈപുണ്യ മേഖലയ്ക്ക് 1.48 ലക്ഷം കോടിയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഇനി അടിസ്ഥാന വികസനം നോക്കുകയാണെങ്കിൽ 100 നഗരങ്ങളിൽ വ്യവസായ പാർക്കുകൾ തുടങ്ങുമെന്നാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഗ്രാമീണ വികസനത്തിന് 2.66 ലക്ഷം കോടി വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആന്ധ്രാപ്രദേശിനും ബീഹാറിനും നമ്മൾ പറയുകയാണെങ്കിൽ വാരിക്കോരി നൽകിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആന്ധ്രയ്ക്ക് 15000 കോടിയുടെ പാക്കേജാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബീഹാറിലെ റോഡ് പദ്ധതികൾക്ക് 26,000 കോടി രൂപ വകയിരുത്തിയിരിക്കുന്നു. ബീഹാറിൽ 2 ക്ഷേത്ര ഇടനാഴികൾക്ക് സഹായം, ബോധ്ഗയ ക്ഷേത്രങ്ങൾ നവീകരിക്കുമെന്ന് പറയുന്നു. കൂടാതെ 2400 മെഗാവാട്ടിന്റെ ഊർജ്ജ പ്ലാന്റിന് 21,400 കോടി രൂപ വകയിരുത്തിയിരിക്കുന്നു. വിമാനത്താവളങ്ങളും റോഡുകളും ബീഹാറിൽ പണിയും. ആന്ധ്രയുടെ നോക്കുകയാണെങ്കിൽ ആന്ധ്രയിലെ കർഷകർക്ക് പ്രത്യേക സഹായം നൽകുമെന്ന് ബജറ്റിൽ പറയുന്നു.